ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 13/7/2026 തിങ്കളാഴ്ച 24,211 എന്ന ലെവലിൽ ക്ലോസ് ചെയ്യുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,068 എന്ന ലെവലാണ്. ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 143 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് ഇന്ന് നിഫ്റ്റി നൽകിയത്. ഇന്നത്തെ ഡേയ്സ് ഹൈ ആൻഡ് ഡേയ്സ് ലോ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഒരു 134 പോയിന്റിന്റെ മൂവിംഗ് റേഞ്ച് മാത്രമാണ് ഇന്ന് ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു: ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ ആദ്യം കിട്ടേണ്ടുന്ന ടാർഗറ്റ് ആയിരുന്നു 24,091 എന്ന ലെവൽ. ആ ലെവലിന് താഴെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇതിന് താഴെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഒരു ഗ്യാപ് ഡൗൺ കിട്ടുമ്പോൾ തീർച്ചയായും ഇവിടെ നിന്നും സെല്ല് ചെയ്തിട്ടവർ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അത്തരത്തിൽ അഥവാ ഫ്രഷ് ബൈങ്ങും സ്റ്റാർട്ട് ചെയ്യാം. അത്തരത്തിൽ ഡിക്ലൈൻ കിട്ടി ഒരു ബൈങ്, ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തെങ്കിൽ, ഓപ്പൺ ചെയ്തതിനു ശേഷം അങ്ങനെ ചെയ്തെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലുകൾ ഏതെങ്കിലും മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ വരെ തന്നെയാണ്. ഇതിന് താഴോട്ട് ബ്രേക്ക് ചെയ്തു വീണ്ടും ഇതിന് മുകളിലോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ അത്തരത്തിലാണ് ചെയ്യാൻ കഴിയുക. ഒരു റിവേഴ്സൽ പുൾ ബാക്ക് അത് ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ ചെയ്തവർക്ക് നല്ല പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ടായ 24,161 എന്ന ലെവലിന് പകരം 24,157 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് വീണ്ടും പതിയെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് അനുസരിച്ച് സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നത് തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. അത്തരത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. ചുരുക്കത്തിൽ സെൽ ഓൺ എവരി റൈസ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കൺസോൾട്ടേഷൻ എല്ലാം നല്ല രീതിക്ക് പ്രീമിയം മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ ട്രേഡുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൃത്യമായ മാർക്കറ്റ് അതിന് ഒരു റിവേഴ്സലിന് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് മൂഡിലേക്ക് തയ്യാറാകുന്നു എന്ന് വരുന്ന ഒരു സിറ്റുവേഷനിലല്ലാതെ അഡ്വാൻസ് ഒരു ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്തെങ്കിൽ അവർക്ക് പ്രോഫിറ്റിൽ എത്തുക എന്ന് പറയുന്നത് ഇത്തരം കൺസോൾട്ടേഷനുള്ള സമയത്തും വീക്ക്ലി ക്ലോസിംഗ് ഡേയിലും വളരെ ടഫായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീക്ക്ലി ക്ലോസിംഗ് ഡേകളിൽ ചെറിയ പ്രൈസിന് നമുക്ക് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമെങ്കിൽ പോലും കൃത്യമായ എൻട്രികൾ അല്ലെങ്കിൽ തീർച്ചയായും ലോസ് വരാനുള്ള സാധ്യതയാണ്. എന്നാൽ ഇവിടെ പലർക്കും ഈ ലെവലുകൾ കൃത്യമായ എൻട്രികൾ എടുത്ത് പ്രോഫിറ്റ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ചിലരെങ്കിലുമൊക്കെ പ്രീമിയം മെൽറ്റിംഗ് മൂലം ലോസിലോട്ടും വന്നിട്ടുണ്ടാവേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതിന് എനിക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശദീകരണം. ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടിയ അപ്പ് മൂവ്, അതും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് വീണ്ടും പുതിയ ഒരു പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് എൻട്രി എടുക്കാൻ കഴിയുന്നതായിരുന്നു. അതും പുതിയ ലോ തരിക തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇത്രയും സമയം കൺസോൾട്ടേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും തീർച്ചയായും പ്രീമിയം മെൽറ്റിംഗ് ഉണ്ടാകും. പ്രോഫിറ്റിലോട്ട് എത്തൽ വലിയ സാഹസവും ആകാം എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഇന്ന് നിഫ്റ്റി പോലെ തന്നെ മറ്റ് 2 ഇൻഡെക്സുകൾ നൽകിയ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 77,028 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 76,902 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 77,325 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 77,325 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും.
ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 76,756 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് വീണ്ടും ക്ലോസിംഗ് നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് വന്നേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. 57,422 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 57,329 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 57,669 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 57,669 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് 57,196 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണും പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ. 24,035 എന്ന ലെവലാണ് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടു താഴെയായി 23,999 എന്ന മൈനർ സപ്പോർട്ടും അപ്പർ സൈഡിൽ 24,117 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ടായുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,117 എന്ന ലെവലാണ്. ആ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സിലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 23,959 എന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻ പാറ്റേണുകൾ പ്രസേഷൻ പ്രകാരം വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പിന്നെയും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴേക്ക് ക്ലോസിംഗ് നൽകുന്നു എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ചുവടെ ചേർത്ത് കാണുന്ന സപ്പോർട്ട് ലെവലുകൾ എല്ലാവർക്കും വ്യക്തമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലെയിമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് അവസ്ഥയിലേക്കായി തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. നമ്മുടെ ചാനലിലെ കാഴ്ചക്കാർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേത് മാത്രമാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നിങ്ങളുടെ പരിശോധനയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാനും ലെവലുകളും ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്തെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പതിവ് പോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം.
അവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ച് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഏറ്റവും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന ആശംസയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.